എൻ്റെ പേര് ആൻസി പൗലോസ് എന്നാണ്. കേരളത്തിലുള്ളവർക്ക് സുപരിചിതമായ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഏലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കട്ടപ്പനയ്ക്ക്, കുട്ടിക്കാനത്ത്, വാഗമണ്ണൊക്കെ നിങ്ങൾ പോകുമ്പോൾ സുപരിചിതമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഏലപ്പാറ. ഏലപ്പാറയ്ക്ക് അപ്പുറത്ത് ഹെലിവറിയ എന്ന് പറഞ്ഞ ടീ എസ്റ്റേറ്റ് ഉണ്ട്, തേയിലത്തോട്ടം. ആ തേയിലത്തോട്ടത്തിലെ ജോലിക്കാരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. തേയിലത്തോട്ടത്തിൽ തേയില നുള്ളി ചാക്കിൽ കെട്ടി റോഡിൽ കൊണ്ട് വെക്കും എൻ്റെ അമ്മ. അത് എസ്റ്റേറ്റിലെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് ചെന്ന് ചാക്കിൽ കെട്ടിയ തേയില ട്രാക്ടറിൽ കയറ്റി ഫാക്ടറിയിൽ എത്തിക്കുന്ന പരിപാടിയായിരുന്നു എൻ്റെ അപ്പൻ്റെ ആസ് എ ഡ്രൈവർ. അതിലും വലിയൊരു ക്വാളിറ്റി രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു, അമ്മ തികഞ്ഞ ആസ്മാരോഗി. ഞങ്ങൾ ജനിച്ചതും ജീവിച്ചതും വളർന്നതും റോമൻ കാത്തലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന് ജീവിച്ച ഞങ്ങൾക്ക്, ഞാനിപ്പോൾ പറയുന്ന എൻ്റെ അപ്പൻ, യേശു അപ്പൻ അന്യനായിരുന്നു. മധുബ ഡെക്കറേഷനും പാട്ടുകുർബാനയുമായി നടന്ന ഒരു കാലഘട്ടം. പ്രാധാന്യം മുഴുവനും അതിന് കൽപ്പിച്ച് പുസ്തകത്തിൽ എഴുതി വരുന്ന പ്രാർത്ഥനകൾ ചൊല്ലി, പഠിപ്പിക്കുന്ന പ്രാർത്ഥനാ രീതികൾ മാത്രം ചൊല്ലി, മുട്ടുമേൽ നിന്ന് കൊന്ത ചൊല്ലി കുരിശു വരച്ച് സമാധാനം എന്തെന്നോ സന്തോഷം എന്തെന്നോ അറിയാതെ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്നെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ബാക്കിയും കൂടെ ഞാൻ പറയാം. ഒരു വചനം വായിച്ചിട്ട് വേഗത്തിൽ തിരുവചനം എടുത്ത് ഒരു വാക്യം എനിക്ക് വേണ്ടി വായിച്ച് സഹായിക്കാൻ കഴിയുമായിരിക്കുമോ? അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. 2 Timothy chapter 2 verse 21. മതി. നിങ്ങളോട് സംസാരിക്കാൻ യേശുവപ്പൻ എൻ്റെ ഹൃദയത്തിൽ തന്നൊരു വാക്യം, ഒരു സെൻറ്റൻസ്. ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഉതകുന്ന മാനപാത്രം. ഉടമസ്ഥന് ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെയും ഉതകുന്ന മാനപാത്രം. അങ്ങനെ ഒരു മാനപാത്രമാകാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? നിങ്ങൾ ഉയർത്തിയ കരം എൻ്റെ അപ്പൻ കണ്ടു കേട്ടോ. നിങ്ങൾ ഉയർത്തിയ കരം എൻ്റെ അപ്പൻ കണ്ടു കേട്ടോ. നിങ്ങൾ ഉയർത്തിയ കരം താഴ്ത്തിയിടാതെ നിങ്ങളെ കൊണ്ടു നടക്കാൻ എൻ്റെ അപ്പൻ തയ്യാറാ. ഉടമസ്ഥന് ഉപയോഗമുള്ള നല്ല വേലയ്ക്ക് ഉതകുന്ന മാനപാത്രമാക്കി നിങ്ങളെ പുറത്തെടുക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പ്രാരംഭത്തിൽ തന്നെ ഒരു ദൂത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുക. ഉയർത്തിയ കരങ്ങളെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൽ കിടന്നോണ്ടാ പുള്ളി പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് ലേഖനം എഴുതി ഉറപ്പിക്കുമ്പോൾ താൻ തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. നമ്മളാരെങ്കിലും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും പറയുമോ? എവിടെയെങ്കിലും വെന്റിലേറ്ററിൽ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ കുറച്ച് നാളോട് ജീവിപ്പിക്കാൻ പറയുമല്ലേ? പക്ഷെ പുള്ളിക്ക് അങ്ങനൊന്നും പറയാൻ തോന്നിയില്ല. പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, കാരണം പുള്ളിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി മരിച്ചാലും വേണ്ടില്ല, നീതിയുടെ കിരീടം എനിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എൻ്റെ അപ്പൻ വന്നാൽ എനിക്ക് വേണ്ടി ചിലത് അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഇന്ന് എൻ്റെ അപ്പൻ വന്നു കഴിഞ്ഞാൽ അവനോടൊപ്പം ഞാനിവിടുന്ന് പറന്നുയരുമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക് ഇന്ന് പകൽ? ദൈവമക്കളെ, ഇന്ന് പകൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തൻ്റെ ഇടം വന്നില്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം ഇന്ന് പകൽ കൊണ്ടുവന്നിരിക്കുന്നത്. കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മരണത്തെ മുന്നിൽ കാണുക. എന്നിട്ട് തിമോത്തിയോസിനോട് പറയാം, മോനെ, ഇത്രയും നാൾ നീ എങ്ങനായിരുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല, ഇനി ഉടമസ്ഥന് ഉപയോഗമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഉതകുന്ന മാനപാത്രമായിക്കോണം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എൻ്റെ പ്രിയ സഹോദരിമാരോട് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു എന്ന് എൻ്റെ അപ്പന് വിഷയമല്ല. ഡസൻ മാറ്റർ.
ഇനി ഉടമസ്ഥന് പ്രയോഗമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഉതകുന്ന മാനപാത്രമായി ഇന്നു മുതൽ പുറത്തു വരണം. ഇന്നു മുതൽ പുറത്തു വരണം. ഇന്നു മുതൽ പുറത്തു വരണം. ഒരുപാട് പാത്രങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഒരുപാട് പാത്രങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് പാത്രങ്ങളെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് പാത്രങ്ങളെ ഞാൻ മുഖവരിയായി പറഞ്ഞിട്ട് ദൂതിലേക്ക് കടക്കാം കേട്ടോ. ഒന്ന്, നമുക്കറിയാം, മക്കളെ കടക്കാരൻ വന്ന് പിടിച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ മേലീശ പ്രവാചകൻ ഒരു ദൈവദാസിയോട് പറയുന്നുണ്ടല്ലേ, നീ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങാൻ. ശലോമോൻ ആലയം പണിതപ്പോൾ ആലയത്തിനകത്തുണ്ടായിരുന്നു പൊൻപാത്രം, വെള്ളിപ്പാത്രം, നിരവധി പാത്രങ്ങൾ ആലയത്തിനകത്തുണ്ടായിരുന്നു. മാനപാത്രം, ഹീനപാത്രം, കൽപാത്രം. കേട്ടിട്ടില്ലേ കൽപാത്രം? കുശവന്റെ കയ്യിലെ ചീത്തയായ പാത്രം. അങ്ങനെ നിരവധി പാത്രങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഞാനിത് ഒരിക്കൽ ഇതിനു മുമ്പ് ഒരിടത്ത് അല്പസമയം കിട്ടിയപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് എന്നെ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് എന്നെ ഞെരുക്കി ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറയാൻ പറഞ്ഞ 2 പാത്രമുണ്ട്. അതിൽ ഒരു പാത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുക. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോടനുബന്ധിച്ച് ആഫ്റ്റർനൂൺ സെക്ഷൻ പരിശുദ്ധാത്മാവ് ബാക്കി കാര്യം ചെയ്തോളും. ഐ നോ വെരി വെൽ. എന്നോട് അപ്പൻ അങ്ങനെ പറഞ്ഞേ, ഹൃദയത്തിൽ നിന്നൊരു കഴുകൽ ഇന്ന് രാവിലെ വന്നാൽ ഉച്ച കഴിയുമ്പോൾ അവൻ നിറയ്ക്കും. ഹൃദയത്തിനകത്ത് നിന്ന് ചില മാലിന്യങ്ങൾ മാറ്റപ്പെട്ടാൽ, ചില ചിന്താഗതികൾക്ക് രാവിലത്തെ സെക്ഷനിൽ മാറ്റം വന്നാൽ ഉച്ച കഴിഞ്ഞ് ആ ചിന്താഗതികളെ മാറ്റി പുതിയത് ചിലത് അവൻ നിറയ്ക്കാൻ വിശ്വസ്തനാണ്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതൊന്നും ഇതുവരെ ചെയ്യാതിരുന്നിട്ടില്ല, ഇനിമേലും അങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു പാത്രം കൽപാത്രമാണ്. കൽപാത്രം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് റെഫറൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും വചനത്തിൽ വളരെ പ്രാവീണ്യമുള്ളവരാണ്. എങ്കിൽ പോലും ഒരു ശുശ്രൂഷക എന്ന നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യത്തിലാണ് കൽപാത്രത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വാക്യം ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് അതിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. കോരി വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുപ്പീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കൽപാത്രത്തിനെ കുറിച്ച് കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതമായ കാനാവിലെ കല്യാണം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. നമ്മുടെ പിള്ളേരെ വരെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് അല്ലേ സൺഡേ സ്കൂളിൽ. അപ്പോൾ അവിടെ ഉപയോഗിച്ച ഒരു കൽപാത്രം, അതിൻ്റെ മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ, അതെന്നെ കർത്താവ് ഇരുത്തി അങ്ങ് പഠിപ്പിച്ചു. ഇരുത്തി എന്നെ അതിൻ്റെ മേക്കിങ്ങും പ്രിപ്പറേഷനും പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് ചിന്താഗതികൾക്ക് മാറ്റം വരുവാനിടയായി തീർന്നു. ഒരുപാട് ചിന്താഗതികൾക്ക് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. നോക്കിയേ, കൽപാത്രം ഉടമസ്ഥന് പ്രയോജനമുള്ളതായി മാറി അല്ലേ? നിങ്ങൾ മിണ്ടണില്ലല്ലോ. കൽപാത്രമാ, പക്ഷെ ഉടമസ്ഥന് പ്രയോജനമുള്ളതായി വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ മാറിക്കഴിഞ്ഞു. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി. ഞാൻ അവിടെ ഒന്നും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 2.5 മണിക്കൂർ 3 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഒരു സബ്ജക്റ്റുമാ, അനുഭവവുമാ. വേഗത്തിൽ എനിക്ക് വൈൻഡപ്പ് ചെയ്യണം തന്ന സമയത്തിനുള്ളിൽ. അപ്പോൾ വീഞ്ഞു തീർന്നു പോയി. യേശുവിൻ്റെ അമ്മ വന്ന് യേശുവിനോടും ശിഷ്യന്മാരോടും പറഞ്ഞു, വീഞ്ഞു തീർന്നു പോയി. ഉടനെ കർത്താവ് പറഞ്ഞു, നിനക്ക് എന്നാ കാര്യം? സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പലരും ഓർക്കും യേശുപ്പച്ചൻ ഒരു റെസ്പെക്റ്റും ഇല്ലാതെയാ സ്വന്തം അമ്മയോട് സംസാരിച്ചത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? അങ്ങനെ ചിന്തിക്കല്ലോ കേട്ടോ. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് സ്ത്രീയെ എന്ന് വിളിക്കുന്ന വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള മീനിങ്, മഹിള രത്നമേ എന്ന് വിളിക്കുന്നതിന് അർത്ഥമാണ്. ചരിത്രം പഠിക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. ആ റെസ്പെക്റ്റീവ്, അവരുടെ ആ വ്യക്തിത്വത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന വേർഡാണ് സ്ത്രീയെ എന്ന് പറയുന്നത്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അമ്മ ശിഷ്യന്മാരോട് പറയാ,
കർത്താവ് ഇങ്ങനെയാ, എടാ അവൻ എന്നോട് അങ്ങനെയാ ചോദിച്ചാ എന്നെങ്കിലും ചെയ്യുക, നമ്മുടെ ഭാഷ, നാടൻ ഭാഷ. അങ്ങനെ പറഞ്ഞില്ല. അമ്മയോടനെ പറയാം, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ഇന്ന് കൽപ്പിച്ചാൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ചിലതൊക്കെ കൽപ്പിക്കും. കൽപ്പിക്കുന്നത് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ കർത്താവ് ചിലതൊക്കെ കൽപ്പിക്കും, സംശയമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോഴ കർത്താവ് അമ്മ അങ്ങ് പോയി. കർത്താവ് നോക്കിയപ്പം 2-3 പറ വീതം കൊള്ളുന്ന അളവാണ്, 2 പറ 3 പറ വീതം കൊള്ളുന്ന 6 പാത്രം എടുത്തു പറയുന്നുണ്ട്. 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. അളവ് പറയുന്നുണ്ട് 2 പറ 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം. കിടക്കുന്നത് എവിടെയാ? യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഭവനത്തിന് വെളിയിൽ. എന്താ ശുദ്ധീകരണം? യഹൂദന്മാരുടെ ഭവനത്തിൽ ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുകയോ അല്ലെങ്കിൽ ഭവനത്തിനകത്തേക്ക് പ്രവേശിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ചെരുപ്പ് ഊരി മാറ്റി കാല് കഴുകി വരയ്ക്കകത്ത് കയറുക ഒരു നിയമമായിരുന്നു, ഒരു രീതിയായിരുന്നു അവരുടേത്. അപ്പം വരുന്ന ഗസ്റ്റിന് കാല് കഴുകാനുള്ള, ചെരുപ്പ് ഊരിയിടാനുള്ള സ്ഥലത്താ എന്തിരുന്നത്? ഒറ്റ വാക്കി പറഞ്ഞ ചെരുപ്പുകളുടെ ഇടയിൽ ആ കൽപ്പാത്രം ഇരുന്ന്. അപ്പൊ കാല് കഴുകാൻ എന്തായാലും ആരും ഭയങ്കര പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ. അതിനകത്തിരുന്നതോ വെറും റോ വാട്ടർ. നിങ്ങൾ അതൊന്ന് ഭാവനയിൽ കാണണം. ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് പറയുന്നത്, എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ, 2-3 പറ വീതം കൊള്ളുന്ന 6 പാത്രം അടുക്കി വെച്ചിരിക്കുക. ആരും ചെരുപ്പ് ചവിട്ടി തെറിപ്പിച്ച് കളയാതിരിക്കാൻ പാത്രത്തിൻ്റെ അപ്പുറത്ത് ചെരുപ്പിട്ടവരും ഉണ്ട്. നമ്മളങ്ങനല്ലേ, എല്ലാവരും ചെരുപ്പ് ചവിട്ടി തെറിപ്പിക്കാതിരിക്കാൻ സേഫ് ആക്കുന്നു. ആരും ഇടാത്തടത്തിട്ടവരുണ്ട്, മുട്ടിയിട്ടവരുണ്ട്. കാരണം ദൂരെ ഇട്ടിട്ട് കാല് കഴുകുമ്പോൾ കാല് പിന്നെ കയറുമ്പോൾ മണ്ണ് പറ്റൂല, അപ്പം അടുത്തിരുന്നാൽ കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഇടുന്നവരുണ്ട്. നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന്. അപ്പം ഈ കൽപ്പാത്രത്തിന് ചുറ്റും നിറച്ചും ചെരുപ്പുകളാണ്. കല്യാണ വീടല്ലേ, നിറച്ചും ചെരുപ്പുകൾ ഇങ്ങനെ കിടക്കുക. ഈ ചെരുപ്പെല്ലാം ഉണങ്ങിക്കിടക്കുകയല്ല, കാല് കഴുകുന്ന വെള്ളം വീണതെല്ലാം കൂടെ നനഞ്ഞ് കുഴഞ്ഞ് ചെളിയായിട്ട് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൽപ്പാത്രം കണ്ടോണ്ടാ യേശുപ്പച്ചൻ അതിലോട്ടാ ഒന്ന് സൂക്ഷിച്ച് നോക്കിയ. കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് അതാ. കർത്താവ് ഓർത്തു, ചില പാരമ്പര്യത്തെ ഇന്ന് ഞാൻ പാരമ്പര്യമായി നിന്നെ അടക്കി ഭരിക്കുന്ന ചില പൈശാചിക മണ്ഡലത്തെ ഇന്ന് ഞാൻ പൊട്ടിക്കുമെന്ന് കർത്താവ് അങ്ങ് തീരുമാനിച്ചു. അത് രോഗമായാലും ദുഃഖമായാലും മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ബന്ധനമായാലും തലമുറകളെ തരത്തിലെന്ന് പറയുന്നതായാലും സാമ്പത്തിക ഭദ്രതയ്ക്ക് വിരോധമായി നിൽക്കുന്നതായാലും സമസ്ത മേഖലകളിൽ നിന്നെ അടക്കി ഭരിക്കുന്ന, നാളുകളായി നിന്നെ ഭരിക്കുന്ന ചില പൈശാചിക മണ്ഡലത്തെ യേശു ഇന്ന് പൊട്ടിക്കുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നത്. 2, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് തുരുത്തിയിൽ മാത്രമേ വീഞ്ഞ് ശേഖരിക്കത്തുള്ളൂ. നമ്മൾ വായിച്ചിട്ടില്ലേ, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാറില്ല, പുതിയ തുരുത്തിയിൽ പഴയതും പകരാറില്ല. 2 സംഭവിച്ചാലും തുരുത്തി പൊളിഞ്ഞു പോകും ഇല്ലേ? ഹാഗാറിന് കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളം. തുരുത്തിയെക്കുറിച്ച് നമ്മൾ ഒത്തിരി തിരുവചനത്തിൽ പഠിച്ചിട്ടുണ്ട്. കാരണം യഹൂദന്മാരുടെ ചരിത്രത്തിലും ആ കാലത്തിലും അവർ ഉപയോഗിച്ചിരുന്ന ഏറ്റവും നല്ല പാത്രം തുരുത്തിയായിരുന്നു. കൽപ്പാത്രം ഉപയോഗിച്ചിരുന്നത് കാല് കഴുകാനും. അപ്പം അമ്മ വന്നു വീഞ്ഞ് തീർന്നെന്ന് പറഞ്ഞപ്പം നിങ്ങളൊന്ന് ഭാവനയിൽ കാണണം, കലവറയ്ക്കകത്ത് മുഴുവൻ കാലിത്തുരുത്തികൾ ഇരിക്കുക. ചില തുരുത്തിയുടെ ചുവട്ടിൽ അല്പം മട്ട് കാണും, ചില തുരുത്തിയുടെ ചുവട്ടിൽ ഒരു പൊടിക്ക് 1, 2, 3 സ്പൂൺ അല്ല 1/2 ഗ്ലാസ് വീഞ്ഞ് കാണും. കല്യാണ വീടല്ലേ, മാസങ്ങളായി ശേഖരിച്ചു വെച്ചിരുന്ന വീഞ്ഞ് മുഴുവൻ തീർന്നിട്ട് മട്ടും പഴക്കവും പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന കുറെ കാലി തുരുത്തികൾ ഇരിക്കുക കലവറയ്ക്കകത്ത് നിറഞ്ഞ്. അപ്പോഴമ്മ വന്ന് പറയുന്ന, കംപ്ലീറ്റ് തീർന്നു കുഞ്ഞേ, അതിനകത്ത് കാലി തുരുത്തികളേ ഉള്ളൂ, നിറവുള്ളത് ഒന്നുമില്ല, നീ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളെന്ന്. നീ കാലിയായിട്ടിരിക്കുവാന്നൊരു ഫീലിങ്സ് നിന്റെ അകത്തളത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വർഗം ചിലത് ചെയ്തേ വിടത്തുള്ളൂ കേട്ടോ.
പ്രൈസ് ദി ലോർഡ്. ഈ കാലിയായിട്ടിരിക്കുന്ന തുരുത്തികളെല്ലാം അകത്ത് നിറഞ്ഞിരിക്കുക. അത് മാറ്റാൻ പറ്റത്തില്ല. പാരമ്പര്യം അതാ. കലവറയ്ക്കകത്ത് തുരുത്തിയേ ഇരിക്കൂ. പാരമ്പര്യമാ. അതിനെയും കർത്താവ് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ പൊട്ടിക്കുക. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ എൻ്റെ അനുഭവത്തിലേക്കൊന്ന് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. മധുവാ ഡെക്കറേഷനും പാട്ടുകുർബാനയുമായിട്ട് നടക്കുന്നൊരു കാലം, അപ്പന് കിട്ടുന്ന സാലറി മുഴുവനും കുടിച്ചും അമ്മയ്ക്ക് കിട്ടുന്ന സാലറി മുഴുവൻ ആശുപത്രിയിലും കൊടുത്ത് കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വകയില്ലാതെ അലഞ്ഞു നടന്ന മക്കൾ ഞങ്ങൾ 3 പേർ. അതിൽ മൂത്തത് ഞാൻ. സമാധാനമെന്ന് പറഞ്ഞത് ഭവനത്തിനകത്തില്ല. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. എസ്റ്റേറ്റുകാർ പണി കഴിപ്പിച്ച് തന്ന ഒറ്റമുറി ലൈൻസിൽ കുടിച്ച് മതോന്മത്തനായി തരിമ്പ് വെളിവില്ലാതെ കയറി വരുന്ന പിതാവും ഒരു ശ്വാസം നന്നായി എടുക്കാൻ കഴിവില്ലാത്ത മാതാവിൻ്റെയും ഇടയിൽ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വകയില്ലാതെ ഇരുന്നും കിടന്നും മാറിയും ഇരുന്ന് കരഞ്ഞ മക്കൾ 3 പേര്. ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ ബാല്യത്തിൽ 7-ലധികം വീടുകൾ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ കൊളുത്തു നുള്ളാൻ വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത ഒരുപാട് കുടുംബങ്ങൾ മുട്ടിമുട്ടി താമസിക്കുന്നത് കൊണ്ട് ദാരിദ്ര്യം വിളയാടുമ്പോൾ സഹിക്ക വയ്യാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് കയറിയിറങ്ങിയ കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു വർഷം സ്കൂളിലിടാൻ ഒരു യൂണിഫോം വാങ്ങിച്ചു തരുന്നത് സകല ഫംഗ്ഷനും വിടും. എപ്പോൾ ചർച്ചിൽ പോയാലും വിടും, എപ്പോൾ സ്കൂളിൽ പോയാലും വിടും. എല്ലാ കുട്ടികളും മനോഹരമായ ഡ്രസ്സ് ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നന്നായി സന്തോഷത്തോടെ പോകുമ്പം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും മടിച്ച് മാറി നടന്നും തേയിലത്തോട്ടത്തിനുള്ളിൽ തേയിലക്കാടിനുള്ളിൽ അവർ കടന്നു പോകുന്നത് വരെ ഒളിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്നും എനിക്കത് പറയുമ്പോൾ ഒത്തിരി വിഷമമാണ്. ഇന്നും എനിക്കത് പറയുമ്പോൾ ഒരുപാട് വേദനയാണ്. കാരണം സാഹചര്യത്തിൻ്റെ നടുവിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ഒരു മനുഷ്യൻ്റെ സഹായമോ ഒരു മനുഷ്യൻ്റെ ആർദ്രതയോ ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ടുള്ളൊരു താങ്ങലോ ഒരു കരുതലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും വെളിപ്പെടാതിരുന്നൊരു കാലഘട്ടം. എൻ്റെ അമ്മയുടെ സഹോദരന്മാരെല്ലാവരും, എൻ്റെ പിതാവിൻ്റെ ഭവനക്കാരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ ആരും വരത്തില്ല, വന്നാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ഓർത്ത്. എന്നാൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നാലോ വേട്ടപ്പട്ടിയെ ആട്ടി ഓടിക്കുന്നത് പോലെ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വീതം ഞങ്ങൾക്ക് തരണമെന്നോർത്ത്, അവർ വാങ്ങിച്ചു വച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഒരു കഷ്ണം ഞങ്ങൾക്ക് തരണമെന്നോർത്ത് വേട്ടപ്പട്ടിയെ ആട്ടിപ്പായിക്കുന്നത് പോലെ ഓടിച്ചു വിട്ട കാലഘട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കരഞ്ഞ് നിലവിളിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ട് ശ്വാസമെടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന അമ്മയോട് മാത്രമേ സങ്കടം പറയാൻ പറ്റത്തുള്ളൂ. കാരണം പിതാവ് ബോധമില്ലാതെ ഭവനത്തിൽ വരുന്നത്. അമ്മയോട് സങ്കടം പറയുമ്പോൾ അമ്മ ഓടി ഞങ്ങളോട് പെട്ടെന്ന് പറയും, മക്കളെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. പറയാൻ വരുന്ന സെൻറ്റൻസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും പറയാൻ വരുന്നത് ഉള്ളിൽ ഒതുക്കി കരയുന്ന ഒരു അമ്മേനെ 1000 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ സ്കൂളിൽ പോയിട്ട് മടങ്ങി വന്ന സമയത്ത് അമ്മ ഞങ്ങളോട് പറഞ്ഞു, ഇനി നമ്മൾ വേണ്ട കേട്ടോ, ഇനി നമ്മൾ വേണ്ട. ഉടനെ പെട്ടെന്ന് എൻ്റെ ആങ്ങളെ ചാടി കയറി ചോദിച്ചാൽ എന്നെ അമ്മ അങ്ങനെ പറഞ്ഞേ. അമ്മ പറഞ്ഞു, നിങ്ങൾ വിശപ്പ് കൊണ്ട് അലയുന്നത് എനിക്ക് കാണാൻ വയ്യ. വസ്ത്രം ധരിക്കാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ നിവൃത്തിയില്ലാത്തത്, മറ്റു കുട്ടികളുടെ ഒപ്പം നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തത്, നിങ്ങൾ അവഹേളിക്കപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, നിങ്ങളെ 3 പേരെയും കൊന്നുകളഞ്ഞ് ഞാനും അങ്ങ് മരിക്കാം. കാരണം എൻ്റെ ഈ രോഗം മാറത്തില്ല, ഞാൻ സൗഖ്യമാകത്തില്ല, ഞാൻ റിക്കവറാകത്തില്ല, എനിക്കൊരു സ്വസ്ഥത ഒരിക്കലും ഉണ്ടാകത്തില്ല, എനിക്ക് ആരോഗ്യം വന്നിട്ട് എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊല്ലുവാൻ, അല്ലെങ്കിൽ അമ്മയും സ്വയം മരിച്ച് ഞങ്ങളെ കൊന്നുകളയുവാൻ തീരുമാനിച്ചിരുന്ന സമയം പെട്ടെന്ന് എൻ്റെ സഹോദരൻ ചാടിക്കേറി അമ്മയോട് പറഞ്ഞു, ഞങ്ങളെ കൊല്ലല്ലേ അമ്മ. അവൻ ചാടിക്കേറി അമ്മയോട് പറഞ്ഞു, ഞങ്ങളെ കൊന്നുകളയല്ലേ.
പൈസയ്ക്കല്ലേ ബുദ്ധിമുട്ട്, ഭക്ഷണത്തിനല്ലേ ബുദ്ധിമുട്ട്, ഞാൻ ഇന്ന് മുതൽ ഇഷ്ടിക ചുമക്കാൻ പോകാം. അവൻ ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. കൊച്ചു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഇഷ്ടിക ചുമക്കാൻ പോയ സഹോദരനാണ് എൻ്റെ സഹോദരൻ. മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും കഷ്ടതയുടെ കയ്പ് നീര് അനുഭവിച്ച് കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിൽ പിശാച് എഴുതി വെച്ചിരുന്ന ഒരു പാരമ്പര്യം ആദ്യം ബ്രേക്ക് ചെയ്തത് ഞങ്ങളുടെ അമ്മയാണ്. സഹോദരിമാരെ, ചില നിർണായക സമയത്തിൽ നിങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങൾ കാലങ്ങളായി നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുടുംബങ്ങളെ മതിച്ചിരിക്കുന്ന ചില പൈശാചിക മണ്ഡലത്തെ തകർക്കുന്നതായിരിക്കും. ആ നിർണായക സമയത്ത് തീരുമാനമെടുക്കുവാൻ വേണ്ട കൃപ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ഏത് പ്രതിസന്ധിയും വെല്ലാനുള്ളത് ആ കൃപ, ഏത് പ്രതിസന്ധിയും ജയിക്കാനുള്ളത് ആ കൃപ. ശ്വാസമെടുക്കാൻ നിവൃത്തിയില്ലാതെ വെള്ളം ഒഴുകിപ്പോകുന്ന കാനയുടെ സൈഡിലിരുന്ന് ഞങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് മരണത്തെ മുഖാമുഖമായി കണ്ട ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ ഇരുന്ന് ശ്വാസം ഏന്തി വലിച്ച് ശ്വാസം എടുക്കുന്ന എൻ്റെ അമ്മ ദൂരേക്ക് നോക്കിയപ്പോൾ ഒരു ഉപദേശി അവിടെ നിന്ന് പ്രസംഗിക്കുക, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കത്തോലിക്ക പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് പുസ്തകത്തിൽ എഴുതി തരുന്ന പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും അറിയത്തില്ലാത്ത ഞങ്ങൾക്ക് ആത്മാവുണ്ടെന്ന് എങ്ങനെ അറിയാനാ? അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ഒരു മനുഷ്യന്റെ 3 അവസ്ഥാന്തരങ്ങൾ. ദേഹം മണ്ണിൽ ചേരും, ദേഹി പറന്നുയരും, ആത്മാവ് എവിടെ പോകും? അമ്മ എവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. അമ്മ ഒരാൾ മാത്രമേ ജോലിക്ക് പോകാൻ സാധിക്കാത്ത ശാരീരിക ബലഹീനത നിമിത്തം അവിടെ ഇരിക്കുന്നത്. ആ ഉപദേശി അതിലേക്കൂടെ നടന്നു വന്നിട്ട് അമ്മയോട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കണം കേട്ടോ എന്ന്. അമ്മ പറഞ്ഞു, എന്തായാലും ഞാൻ മരിക്കും, ഇനി അധികം ആയുസ് എനിക്കില്ല, എന്നാ പിന്നെ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാം, എൻ്റെ ആത്മാവെങ്കിലും സന്തോഷിക്കുമല്ലോ എന്ന് പറഞ്ഞ് കർത്താവിങ്കിലേക്ക് തന്നെ ഫരമേൽപ്പിച്ചു. നിങ്ങൾ കരുതുന്നത് പോലെ അതോടുകൂടി ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മാറിയൊന്നുമില്ല. എൻ്റെ അമ്മയുടെ രോഗം മാറിയുമില്ല, എൻ്റെ പിതാവിൻ്റെ മദ്യപാനവും മാറിയില്ല. പക്ഷെ നാളിതുവരെ സമാധാനം തരില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ വലച്ച പൈശാചിക മണ്ഡലത്തെ അന്ന് ബ്രേക്ക് ചെയ്തു. ഒന്ന് കരമുയർത്തി പ്രാണപ്രിയനെ ഒന്ന് സ്തുതിക്കാമോ? അതുവരെ ഒരു രീതിയിലും ഞങ്ങളെ സ്വസ്ഥത തരത്തില്ല എന്ന് പറഞ്ഞ് വാദിച്ച മണ്ഡലം അന്ന് പകൽ പൊട്ടി. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക, നല്ല ശ്വാസം മുട്ടില്ല, പക്ഷെ ഭയങ്കര ഹാപ്പി. എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്നാ അമ്മ ഇത്ര സന്തോഷമായിട്ടിരിക്കുന്ന, ഭക്ഷണത്തിനുള്ള വക എവിടെയെങ്കിലും ഒത്തോ? അമ്മ പറഞ്ഞു, ഭക്ഷണം തരാൻ ഒന്നുമില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യേശു അപ്പൻ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്ന് മനസ്സിലായി. തൻ്റെ ഇടം ഉണ്ടോ സ്തോത്രം പറയാൻ? പ്രൈസ് ദി ലോർഡ്. നാളുകളായി നമ്മളെ ഭരിക്കുന്ന ഏതെങ്കിലും പൈശാചിക മണ്ഡലമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു തീരുമാനം മതി, സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്തിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കുന്ന ഒറ്റ തീരുമാനം മതി, ദൈവം അതിനെ തകർത്തെറിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്തു. ദൈവങ്ങളെ, മുന്നോട്ടുള്ള ഓരോ ദിവസവും ഞങ്ങളുടെ വളരെ ദുർഘടമേറിയതായിരുന്നു, പ്രയാസമേറിയതായിരുന്നു. കാരണം റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അതുവരെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ വരാത്തവരെല്ലാം വരാൻ തുടങ്ങി. ഒന്നും പറയാനില്ല, ഈ ദൈവത്തെ കണ്ടതാ പ്രശ്നം, വേറൊന്നും ആർക്കും ഒന്നും പറയാനില്ല. എന്തിനാ ഈ ദൈവത്തെ വിട്ടിട്ട് പോയത്? ഇവിടെ ദൈവങ്ങളില്ലാഞ്ഞിട്ടാണോ? മധ്യസ്ഥ അണയ്ക്കാൻ ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? പക്ഷേ അമ്മ പറഞ്ഞു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. ആ യേശുവിലൂടെ അല്ലാതെ രക്ഷ നേടാൻ പറ്റത്തില്ലെന്ന് ഈ ബൈബിൾ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഇനി ഞാൻ പിന്നോട്ടില്ല, മുന്നോട്ടേ ഉള്ളെന്ന് പറഞ്ഞു. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം അതേ ഉള്ളൂ, ഈ യേശുവിലൂടെ അല്ലാതെ, ഈ കർത്താവിലൂടെ അല്ലാതെ, ഈ രക്ഷകനിലൂടെ അല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്.
വർഷങ്ങൾ കടന്നുപോയി, ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ വന്നു. പക്ഷേ വേഗത്തിൽ, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുക. എൻ്റെ അമ്മയുടെ പിന്നാലെ ഈ അപ്പായെ അന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന ബൈബിളുണ്ട്. ആരോ കൊടുത്ത ബൈബിളാണ്. 3 ചുവന്ന എന്താ പറയുക, മാർജിനിട്ട ബൈബിൾ. ആ 3 ബൈബിളുമായി ഹൈറേഞ്ചിൻ്റെ കുന്നുകളും തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും മലകളും പാറപ്പുറത്തുമെല്ലാം അമ്മയുടെ പിന്നാലെ പ്രാർത്ഥനയ്ക്ക് പോകും. ഉറുമ്പ് മുന്നേ നടന്നിട്ട് കുഞ്ഞു പിള്ളേർ പുറകെ നടക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ പിന്നാലെ. മഴയെന്നില്ല, വെയിലെന്നില്ല, തല വരെ പൊക്കമുള്ള തേയിലത്തോട്ടത്തിനകത്തോട്ട് വരുമ്പോൾ ഞങ്ങളെ കാണത്തില്ല. തപ്പി നടക്കും അമ്മ, ഉറക്ക വിളിക്കും. കാട്, കൊടിയ കാട്, അട്ടയും പാമ്പും പഴുതാരയും തേളും ഒക്കെ നിറഞ്ഞ കാട്. പക്ഷെ അതിൻ്റെ നടുവിൽ കൂടെ ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കൊണ്ടുപോയി. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പം കർത്താവിനെ മറക്കല്ല് കേട്ടോ. നീ പ്രതിസന്ധിക്കിടയിൽ വില കൊടുത്ത് കർത്താവിനെ സേവിക്കാൻ തയ്യാറായാൽ, വില കൊടുത്താൽ വിലയേറിയത് കിട്ടും. വില കൊടുത്താൽ വിലയേറിയത് കിട്ടും. ആ കുന്നും മലയും കാടും എല്ലാം കയറി ഇറങ്ങി ഒരു ദിവസം പോലും വീട്ടിലിരുത്താതെ സെക്കുലർ എഡ്യൂക്കേഷനേക്കാളും ആത്മീയ പഠനത്തിന് പ്രാധാന്യം കൽപ്പിച്ച് ഒരു ട്യൂഷന് വിടാതെ സ്കൂളിലെ പോർഷൻസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഈ പെട്ടകവും എടുത്തോണ്ട് പുറകെ നടപ്പിച്ചു ഞങ്ങളുടെ അമ്മ. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരിക്കൽ പോലും ഞങ്ങളുടെ അമ്മയ്ക്ക് കരയേണ്ട വന്നിട്ടില്ല. നിങ്ങൾ ഹല്ലേലൂയ പറയത്തില്ലേ? ഞാൻ പറയും ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സെക്യുലർ എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞ് പിള്ളേരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാതിരിക്കരുത്. ഹയർ സ്റ്റഡിയുടെ പേരും പറഞ്ഞ് എൻ്റെ കർത്താവിൽ നിന്ന് അവരെ അന്യരാക്കരുത്. ജീവിതത്തിന്റെ ഏത് സ്ഥാനങ്ങളിലും 1-ാം സ്ഥാനം നിങ്ങൾ കർത്താവിന് കൊടുക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളും കൊടുത്തോളും. ഓ, കർത്താവ് ചെയ്യുമെന്ന്, അപ്പൻ നടത്തുമെന്ന്, ഒരു കുറവുമില്ലാതെ നടത്തും. എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നത്. നടത്തുമെന്നേ, നടത്തും 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 നടത്തും. എൻ്റെ അപ്പൻ നടത്തും. കുഞ്ഞ് പറഞ്ഞതുപോലെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് അവൻ ചെയ്യും, അവൻ ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കുറവുമില്ലാതെ നടത്തും. ഇനി അഥവാ കുറവ് വന്നാൽ അപ്പൻ അങ്ങോട്ട് കയറി പരിഹരിച്ചോളും. 17-ാമത്തെ വയസ്സിൽ എൻ്റെ സഹോദരൻ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനമെടുത്തു. ബൈബിൾ കോളേജിൽ പോകാൻ പെട്ടകമെടുത്തു, തീരുമാനമെടുത്തു, രജിസ്റ്റർ ചെയ്തു, കോളേജിൽ പോയി. അതോടുകൂടെ എൻ്റെ അമ്മയുടെ രോഗം പൂർണ്ണമായി മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു കേട്ടോ. നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ പാരമ്പര്യവും അതോടെ പൊട്ടി. 1-ാമത്തെ പാരമ്പര്യം കർത്താവിനെ സമർപ്പിച്ചപ്പോൾ പൊട്ടി. 2-ാമത്തെ രോഗം എന്ന പൈശാചിക മണ്ഡലം അന്ന് വീണ്ടും പൊട്ടി. പ്രൈസ് ദി ലോർഡ്. പിശാചോർത്ത് നാളുകളായി, വർഷങ്ങളായി ഇവളുടെ മരണം വരെ ഇവളെ പിടിച്ചിങ്ങനെ വെക്കാം, രോഗിയാക്കി കിടത്താം, ഈ കുഞ്ഞുങ്ങളെ പുറത്തിറക്കാതെ ഒതുക്കിക്കളയാം. പൈശാചിക മണ്ഡലം വെല്ലുവിളിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ചില ചലനങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിൽ അത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. 18-ാമത്തെ വയസ്സിൽ എന്നെ കെട്ടിച്ചയച്ചു. 20-ാമത്തെ വയസ്സിൽ എനിക്ക് 2 പെൺമക്കളെ ഒന്നിച്ച് കർത്താവ് തന്നു. അതിലൊരു മകൾ ഈ കുടുംബത്തിൻ്റെ സ്വന്തമായി. ട്വിന്നാ, ഇരട്ടകളാ. പ്രൈസ് ദി ലോർഡ്. അവളുടെ പിതാവ് മരിച്ച സമയത്ത് അവൾ അവിടെ ഈ ചർച്ചിലൊന്ന് വന്നായിരുന്നു. അവളെ മെൻ്റലി ഫ്രഷ് ആക്കാൻ എൻ്റെ അനിയൻ ഈ ചർച്ചിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാ. 2ാമത് അവൾ അവളുടെ സ്വന്തമായിട്ട് വീട്ടിൽ വന്ന് കയറുന്നത്. ഇതൊരു കുടുംബമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 2003 ഛത്തീസ്ഗഡിലെ ആദിവാസികളുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ നിയോഗം കിട്ടി എൻ്റെ പ്രിയപ്പെട്ടവൻ കടന്നുപോയി.
2003 മുതൽ 2009 വരെ അദ്ദേഹം അവിടെ കർത്താവിൻ്റെ വേല വന്നും പോയും, നാട്ടിൽ വരും പിന്നെ പോകും, പ്രതിസന്ധി കൂടുമ്പോൾ നാട്ടിൽ വരും, പിന്നെയും തിരിച്ചു പോകും, പിന്നെയും പ്രശ്നം വരും, പിന്നെയും തിരിച്ചു പോകും. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തു. 2009 ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ കൂടെ നാട്ടിൽ വരത്തില്ല. കാരണം ഗർവാപ്പസി എന്ന് പറഞ്ഞൊരു സിസ്റ്റം നിലവിൽ വന്നതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെല്ലാം തിരിച്ച് അതുപോലെ മടക്കിക്കൊണ്ടുപോകുന്ന അവസ്ഥയാകിയാൽ ഇവരുടെ എല്ലാം പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതാ. അത് മായ്ച്ചു കളയാൻ ശത്രുവിന് ഇടം കൊടുക്കാതെ ഞാൻ നീ നാട്ടിലോട്ട് വരത്തില്ല, നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവധി കിട്ടാത്ത അവധി എടുത്തും വെക്കേഷൻ്റെ സമയങ്ങളിലെല്ലാം ഛത്തീസ്ഗഡിൽ പോയി ആദിവാസികളുടെ ഇടയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൂടെ നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ജോലി ചെയ്തതിൻ്റെ നല്ലൊരു ശതമാനം, 75% പൈസ ഛത്തീസ്ഗഡിലെ കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2009 ആയപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ് കടന്നുപോയി. 2009 മുതൽ ഞാൻ വേഗത്തിൽ പോവാം കേട്ടോ, 1000 കൂട്ടം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്തു. 2009 മുതൽ 2014 വരെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഗ്രാമങ്ങൾ 35-40 കിലോമീറ്റർ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ സൈക്കിൾ ചവിട്ടി ഗ്രാമങ്ങൾക്കുള്ളിൽ പോയി മൂപ്പന്മാരോടും ആദിവാസികളോടും സുവിശേഷം പറഞ്ഞ് ഒരുപാട് പേരെ എൻ്റെ അപ്പയുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഇഷ്ടം പോലെ വാങ്ങിച്ചു കെട്ടിയിട്ടുണ്ട്. തോക്കിൻ്റെ പാത്തിക്ക് അടിച്ച് എൻ്റെ നട്ടലിൻ്റെ L3, L4, L5 ബോണൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അവർ. ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതും ജനുവരി മാസത്തെ കൊടിയ തണുപ്പത്ത്. തലാബിനകത്ത് പ്രാണരക്ഷാർത്ഥം ചാടി ഇറങ്ങിയതാ. പക്ഷെ വെള്ളത്തിൽ ചാടുന്ന കണ്ടുകൊണ്ട് അവർ കരയ്ക്ക് തീ കൂട്ടി കരയെ കുത്തിയിരുന്നു. എപ്പോൾ കയറി വന്നാലും റെഡിയാക്കാമെന്ന് പറഞ്ഞ് അവർ പോകുന്നത് വരെ സത്യത്തിൽ അപ്പ ഇറങ്ങി വന്ന് താങ്ങുമായിരുന്നു. ഒരു കപ്പ് തണുത്ത വെള്ളം ദേഹത്തൊഴിക്കാൻ പറ്റത്തില്ലാത്ത കൊടിയ തണുപ്പാ ജനുവരി ഡിസംബർ മാസങ്ങളിൽ. ഒരു രാത്രി മുഴുവൻ അത്രയും തണുത്തുറഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ ഇരിക്കേണ്ട വന്നു. രാവിലെ കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇവർ പോയെന്ന് കണ്ടപ്പോൾ വെട്ടം വന്നപ്പോൾ ഇവർ പോയപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റത്തില്ലായിരുന്നു. മരവിച്ചു പോയി കൈകാലുകൾ. 100 കുടുംബത്തിന് ഒരു ഗ്രാമത്തലവൻ എന്ന രീതിയിൽ അവിടെ മൂപ്പന്മാരുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ കട്ടിലിൻ്റെ ചുവട്ടിൽ കെട്ടിയിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ, കെട്ടിയിട്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഒന്ന് അഴിച്ചു വിടാമോ എന്ന് ചോദിച്ച്, എൻ്റെ പ്രാണപ്രിയന് വേണ്ടി, എന്നെ വീണ്ടെടുത്തവന് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അപ്പൻ എനിക്ക് ചെയ്തതിൻ്റെ 1000-ലൊന്നും ആവില്ല എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നു. നല്ലൊരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ 2014 ഒരു ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്ക് തന്ന ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞു, ഇനി എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു അമ്മച്ചി എൻ്റെ അമ്മയുടെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് വേണ്ടി എന്ത് തരും? ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കൂടി നീന്തിക്കയറി വന്ന ഞങ്ങൾക്ക് യേശുവിന് കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി 12:30, 1 മണി, 2 മണിയോടടുത്ത സമയത്തെല്ലാം അമ്മ കരയുക. ഞാൻ എഴുന്നേറ്റ് അമ്മയുടെ പുറം തിരുമ്പുന്നുണ്ട്. ശാരീരിക സൗഖ്യമില്ലാത്തത് കൊണ്ടാണോ, തരിമ്പ് വെളിവില്ലാതെ കിടക്കുന്ന പിതാവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. മൂത്ത മകളായ എനിക്ക് ആദ്യ എൻ്റെ അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല. കൂടെ അമ്മയെ തട്ടി എന്നാ കരയുന്നേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മറുപടി ഒന്നും അമ്മ പറഞ്ഞില്ല. പിറ്റേ ദിവസം ആലയത്തിൽ ചെന്നപ്പോൾ അതേ അമ്മച്ചി അതേ ട്യൂണിൽ അമ്മച്ചി എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നീ തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ സഹോദരനും മുഖത്തോട് മുഖം നോക്കി. എന്തുവാ ഞങ്ങളറിയാതെ യേശുപ്പച്ചനെ കൊടുത്തേ? 2014 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, നീ 9ാം ക്ലാസ്സിൽ പഠിച്ച രാത്രിയിൽ നിന്റെ അമ്മ നിന്നെ 3 പേരെയും എനിക്ക് വേണ്ടി തന്നതാ.
ഞാൻ നിൻ്റെ ജീവിതത്തിലൊരു ബ്രാക്കറ്റ് പീരീഡ് തന്നതാ, അത് കഴിഞ്ഞു. ഇനി നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്ന്. അന്ന് അമ്മ ഞങ്ങളെ സമർപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങിച്ച് വയറ് നിറച്ചും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണോ ദൈവവേലയ്ക്ക് കൊടുത്തേ സമർപ്പിച്ചേ എന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചതാ. പക്ഷെ എൻ്റെ അമ്മ കൊടുത്തതിനെ എൻ്റെ അപ്പൻ 2 കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. 2014 നല്ല സാലറിയോടുകൂടി ജോലി ചെയ്തുകൊണ്ടത് ഞാൻ ജോലി ഉപേക്ഷിച്ച് 24 hours റെസിഗ്നേഷൻ കൊടുത്ത് ഈ പെട്ടകമെടുത്ത് തോളിൽ വെച്ചു. 2014 മുതൽ 2018 വരെ അപ്പൻ എന്നെ പഠിപ്പിച്ചു. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വന്നു. എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം, എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാം, എങ്ങനെ മക്കളെ വളർത്താം, എങ്ങനെ സമൂഹത്തിൻ്റെ ഇടയിൽ മാന്യതയുള്ളവളാക്കി ഉടമസ്ഥന് പ്രയോജനമുള്ള പാത്രമായി ജീവിക്കാം, എങ്ങനെ കൃപയിൽ നിലനിൽക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാം, എങ്ങനെ പ്രാണപ്രിയനുമായ അഭേദ്യമായ ബന്ധത്തിൽ തുടരാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 4 വർഷം കൊണ്ട് എന്നെ എൻ്റെ അപ്പൻ പഠിപ്പിച്ചു. 4 വർഷം പൂർത്തിയായപ്പോൾ അപ്പൻ ഓർത്തും തോന്നുന്നു എൻ്റെ പഠിത്തം പൂർത്തിയായെന്ന്. എന്നെക്കൊണ്ട് ഇനി തനിയെ എല്ലാം സാധിക്കുമെന്ന് എൻ്റെ പ്രാണപ്രിയന് തോന്നിയിട്ടാവാം സുവിശേഷ വിരോധികൾ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ തലയിൽ കൂടെ വണ്ടി കയറ്റിവിട്ട് അവർ അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി. 18 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുമായി പിന്നീടുള്ള വർഷങ്ങൾ. കൽപ്പാത്രത്തിലേക്ക് വരട്ടെ. ഞാൻ എങ്ങനാ കൽപ്പാത്രമുണ്ടായേ? വലിയൊരു ക്വാറി അല്ലെങ്കിൽ പാറമട എന്ന് പറയും. പാറമടയിൽ നിന്ന് തമര് വെച്ചോ വെടിവെച്ചോ ജാക്യാമറ കൊണ്ടോ പാറ കഷ്ണങ്ങൾ അവർ പൊട്ടിച്ച് അടർത്തി മാറ്റും. ചെറിയ ചെറിയ തീർത്തും ചെറിയ പാറ കഷ്ണങ്ങൾ ചിപ്സിനും മെറ്റിലടിക്കാനും കൊടുത്തിട്ട് അതിലും വലിയ സൈസ് ഭവനത്തിൻ്റെയോ മറ്റു ബിൽഡിങ്ങിൻ്റെയോ കൺസ്ട്രക്ഷന് വേണ്ടി കൊടുക്കും. എന്നാൽ വലുതായിട്ട് അടർന്നു വന്ന പാറ അവരവിടെ മാറ്റിയിട്ടേക്കും. അവരവിടെ മാറ്റിയിട്ടിട്ട് വലിയ സേഫ് സോണിൽ നിന്ന വലിയ പാറയോട് ചേർന്ന് നിന്ന ഈ പാറ കഷ്ണം അടർന്നു വന്നതിനെ കൂർത്ത ഭാഗങ്ങളും ഷേപ്പ്ലെസ് ആയി കിടക്കുന്ന ഏരിയകളും അടുത്ത് ചെന്നാൽ കാലോ കൈയോ കൊണ്ടാൽ മുറിവേൽക്കുമെന്ന് കരുതി ചെറിയ ചുറ്റിക കൊണ്ട് ഷാർപ്പൻ്റെ എല്ലാം പൊട്ടിച്ചു കളയും. അഹങ്കാരം, അസൂയ, ഭിന്നത എല്ലാം പൊട്ടിച്ചു കളയും കേട്ടോ. സേഫ് സോൺ ആദ്യം തകർക്കും. വലിയ പാറയോട് ചേർന്ന് നീ നിൽക്കുമ്പോൾ, നല്ല ജോലിയിൽ നീ നിൽക്കുമ്പോൾ, നല്ല കുടുംബ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ, നല്ല സ്നേഹിതരുമായി നീ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, നിന്നെ സഹായിക്കാനും കരുതാനും 1000 പേർ നിന്റെ പിന്നാലെ ഉള്ളപ്പം, നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ സഹോദരങ്ങൾക്കും നീ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന വ്യക്തിയായിരിക്കുമ്പം എൻ്റെ അപ്പന് നിന്നെ പണിയാൻ പറ്റത്തില്ല. അപ്പൻ സേഫ് സോൺ ആദ്യം പൊട്ടിക്കും. നീ സേഫായിട്ട് നിൽക്കുന്ന ഏത് മേഖലയാണോ അവിടെ നിന്ന് നിന്നെ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞേ പണി തുടങ്ങത്തുള്ളൂ. ഒരു ദൂത് ഞാൻ കൈമാറി മുന്നോട്ട് പോകട്ടെ. എവിടെയെങ്കിലൊക്കെ സേഫ് സോൺ തകർന്നു പോയി എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തളത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലൊക്കെ ഒറ്റപ്പെട്ടു പോയി എന്നൊരു വേദന നിങ്ങളുടെ അകത്തളത്തെ കീറി മുറിക്കുന്നുണ്ടെങ്കിൽ, സങ്കടം കേൾക്കാനും ചാരി നിൽക്കാനും ഉണ്ടായിരുന്നവർ പാതി വഴിയിൽ വിട്ടിട്ട് പോയി എന്നൊരു തോന്നൽ നിങ്ങളുടെ അകത്തളത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. ഉടമസ്ഥൻ പണി തുടങ്ങിക്കഴിഞ്ഞു. ഉടമസ്ഥൻ പണിയുന്നത് എന്തിനാണെന്നറിയോ? തനിക്ക് ഉപയോഗമുള്ള മാനപാത്രമാക്കി തീർക്കാനാണ്. നീ അതുവരെ കിടന്നത് പാറമടയോട് ചേർന്ന് സേഫ് സോണിലാതിരുന്നത്. നിന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ഭൂമിയുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഡെപ്ത്, അവിടെ നിന്ന് നിന്നെ അടർത്തി മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നിന്നെ പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ, നിന്റെ സേഫ് സോൺ തകർത്തെങ്കിൽ,
നിന്റെ സെക്യൂറായി നിന്ന നിന്റെ മേഖലകളെ സ്വർഗം പൊളിച്ചെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങളെ തകർക്കാനല്ല, എൻ്റെ അപ്പന് പണിയാനാ. ഇന്ന് പകലത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. എൻ്റെ സ്വർഗം ചിലരെ ഇതിൻ്റെ നടുവിൽ പണിതുകൊണ്ടിരിക്കുകയാ. എൻ്റെ സ്വർഗം ഇതിൻ്റെ നടുവിൽ ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ, മാനപാത്രമാക്കി മാറ്റുവാൻ. പറയാൻ ഒത്തിരി ഉണ്ടല്ലേ. സങ്കടം കേൾക്കാൻ ആരുമില്ല, കൂടെ വരാൻ ആരുമില്ല, ആരെയും ആശ്രയിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ, ഹൃദയം കൊടുത്ത് സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മക്കൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഒരു ദോഷവും ചെയ്യാതെ പല സേഫ് സോണുകളും എൻ്റെ പൊട്ടിപ്പോയല്ലോ. ഹൃദയവേദനയോടെ അപ്പനോട് പരാതി പറയുന്നെങ്കിൽ ആ പരാതിക്കൊരു മറുപടി ഞാൻ പറയാം. അത് നിങ്ങളെ തകർക്കാനല്ല. അപ്പൻ ഉപയോഗിക്കുന്ന പാത്രമായി മാറണമെങ്കിൽ സേഫ് സോണിൽ നിന്ന് നീ സെപ്പറേറ്റ് ആയേ പറ്റത്തുള്ളൂ. അടർത്തി മാറ്റിയ പാറ ബാക്കിയെല്ലാം പണിക്ക് വേണ്ടി പലരെ ഏൽപ്പിച്ചു. എന്നാൽ ഈ വലിയ പാറയുടെ കോർണർ ഷാർപ്പൻ്റ് എല്ലാം എൻ്റെ അപ്പൻ തട്ടിക്കളഞ്ഞിട്ട് ഒരു ശില്പിയെ അത് ഏൽപ്പിക്കുക. അതികഠിനമായ വേദനയോടെ ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എൻ്റെ പ്രാണപ്രിയൻ എന്നോട് പറഞ്ഞ ദൂത ഞാൻ നിങ്ങളോട് പറയുന്നേ. നല്ല ജോലിയിൽ നിന്ന് പെട്ടെന്ന് നിനക്ക് വിരമിക്കേണ്ടി വന്നെങ്കിൽ, നല്ല കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് നീ സെപ്പറേറ്റ് ആകേണ്ടി വന്നെങ്കിൽ, ഏറ്റവും കൂടുതൽ നീ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി നിന്നിൽ നിന്ന് അകന്നു പോയെങ്കിൽ, ആരെയും ആശ്രയിക്കാതെ തൻ്റെ ഇടത്തോടെ തല ഉയർത്തി ഞാൻ മരണം വരെ ജീവിക്കുമെന്നുള്ള കോൺഫിഡൻസിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നിന്റെ സേഫ് സോണുകൾ തകർന്നെങ്കിൽ, പ്രിയമുള്ളവരെ ഭാരപ്പെടണ്ട. എൻ്റെ പ്രാണപ്രിയൻ പണി തുടങ്ങിക്കഴിഞ്ഞു. ചുമ്മാ പണിയുമല്ല, ഉടമസ്ഥന് പ്രയോജനവും ഉപയോഗവുമുള്ള മാനപാത്രമാക്കാൻ. നോക്കിയേ, ഷാർപ്പൻ്റെ എല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഒരു ശില്പിയെ അത് ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം വന്നിട്ട് ഇത് ഷേപ്പ്ലെസ് ആയതുകൊണ്ട് ആടിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് ആദ്യം അതിനെ കൊണ്ടൊന്ന് ഉറപ്പിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ചെറിയ ചെറിയ കല്ല് ചീളുകളൊക്കെ എടുത്ത് വെച്ച് ഉറച്ചു നീ നിന്നാൽ നിന്നെ പണിയാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവാകുന്ന പാറമേൽ നിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചാൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചാൽ, ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയല്ല, എൻ്റെ പ്രാണപ്രിയനാകുന്ന പാറമേലാണ് നീ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെങ്കിൽ, വായിൽ പുതിയ പാട്ട് തന്ന് ഗമനത്തെ സ്ഥിരമാക്കി പാറമേൽ നിന്റെ നരിയാണികളെ ഉറപ്പിച്ച ക്രിസ്തു എന്ന പാറമേലാണ് നീ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെങ്കിൽ, അവൻ നിന്നെ ഉറപ്പിക്കും. ഉറപ്പിച്ചിട്ട് പണി തുടങ്ങും. എന്തിനാ ഉറപ്പിച്ചിട്ട് പണി തുടങ്ങുന്നേ? എന്തിനാ ഉറപ്പിച്ചിട്ട് പണി തുടങ്ങുന്നേ? യെസ്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് വേദനയുടെ നടുവിലും നീ ആടിപ്പോകാതിരിക്കാൻ, ഏത് കഷ്ടതയുടെ നടുവിലും നീ ഇല്ലാതെയായി പോകാതിരിപ്പാൻ, ഏത് പ്രതിസന്ധികളിലും നീ ഒന്നുമില്ലാത്തവരായി പോകാതിരിപ്പാൻ എൻ്റെ അപ്പൻ നിന്നെ ഉറപ്പിക്കും. ഇന്ന് ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പുണ്ട് എനിക്ക്. അവനാണ് എന്നെ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് തൻ്റെ ഇടമുള്ള സഹോദരിമാർ, ദൈവമക്കൾ, എൻ്റെ പ്രാണപ്രിയനെ സ്തുതിച്ചാട്ട്. ഓഹോ, ആ ഉറപ്പാ എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സകല വ്യക്തി ജീവിതങ്ങളും, എന്നെ അറിയാവുന്ന സകല വ്യക്തി ജീവിതങ്ങളും, എൻ്റെ പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ, എൻ്റെ കൂട്ടുകാർ ഉൾപ്പെടെ, എൻ്റെ ജോലി സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തവർ ഉൾപ്പെടെ, ശുശ്രൂഷ മുഖത്തുള്ളവർ ഉൾപ്പെടെ, ഞങ്ങളുടെ സഭയിലെ പല വിശ്വാസികൾ ഉൾപ്പെടെ സകലരും പറഞ്ഞു, ആൻസി പൗലോസും മക്കളും തീർന്നു. സകലരും പറഞ്ഞു, ആൻസി പൗലോസും മക്കളും തീർന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, നീ കുടിയൻ്റെ മകളാ. എൻ്റെ പേര് ഞാനതാ പറഞ്ഞ, ദൈവം പേര് മാറ്റിയെന്ന്. ഞങ്ങളെ വിളിച്ചിരുന്ന പേരാ കുടിയൻ്റെ മക്കൾ. കുടിയൻ്റെ മക്കളായിട്ട് ജീവിച്ചിരുന്നപ്പോൾ പോലും ഇല്ലാത്ത കഠിന വേദനയാണല്ലോ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ വന്നത്. നീ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു,
കാട്ടിക്കിടന്നവനെ വിളിച്ച് നാട്ടിക്കൊണ്ടുവന്ന് അർഹതയില്ലാത്ത ചേട്ടൻ, വലിയ അർഹത യോഗ്യതയും പറയാനുള്ള ചേട്ടന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേക തൈലം തലയിൽ ഒഴിച്ച് കാട്ടിക്കിടന്നവനെ നാട്ടിലെ രാജാവാക്കിയ അപ്പനാ എൻ്റെ അപ്പൻ. പ്രയാസമല്ലേ? സേഫ് സോണുകൾ പൊളിയുന്നത് എപ്പോഴും പ്രയാസമാണ് പ്രിയമുള്ളവരെ. ദൈവം ഒരുത്തനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ ആദ്യം തകർക്കുന്നത് അവൻ്റെ സേഫ് സോണാണ്. കർത്താവിന്റെ ചില സേഫ് സോണുകൾ പൊളിഞ്ഞതിൻ്റെ പിന്നിൽ നീനെ പുറത്തു കൊണ്ടുവരാനാ. ഉള്ളറയിൽ ഒതുക്കിക്കളയാൻ വാതുകെട്ടിയ പൈശാചിക മണ്ഡലങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ നമ്മുടെ സേഫ് സോണുകൾ തകർത്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന എൻ്റെ പിതാവിലായിരുന്നു. അദ്ദേഹം 2015 ഈ ഭൂമി വിട്ടുപോയി. പിന്നെ ഭർത്താവിൽ, അദ്ദേഹം 2018 ഈ ഭൂമി വിട്ടുപോയി. പിന്നെ എനിക്ക് സങ്കടം കേൾക്കാനോ സങ്കടം പറയാനോ ഒന്ന് കരയാനോ ഏതെങ്കിലും വിഷമം പറയാനോ ഈ ലോകത്തിൽ ആരുമില്ലെന്നായി. ആൺമക്കളില്ല എന്നുള്ളതിൻ്റെ പേരിലും ഭർത്താവ് മരിച്ചുപോയി എന്നുള്ളതിൻ്റെ പേരിലും ഭർത്താവിൻ്റെ അടക്കം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഭർത്താവിൻ്റെ വീട്ടുകാരും പുറത്താക്കി. അവർ പറഞ്ഞ ഒരു വാചകം, ഇവിടെ നിൽക്കും തോറും നിങ്ങൾ എനിക്കൊരു ബാധ്യതയാണ്. ബാധ്യത ശരിക്കും ഒരു ബാധ്യതയാണ്. 2 പെൺമക്കളും, ഹയർ സ്റ്റഡി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന 2 പെൺമക്കളും ജോലിയൊന്നുമില്ലാതെ സകലത് റിസൈൻ ചെയ്ത് കർത്താവിന് നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എന്നെയും പോറ്റാൻ ബാധ്യതയാണ്. ഞാനൊരു ബാധ്യതയാണ്. പലപ്പോഴും പലരുടെ അതരത്തിൽ നിന്ന് ഈ വാക്ക് നിങ്ങൾ കേട്ട് ഹൃദയം മുറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ലേ, ഞാൻ ആർക്കും ഒരു ബാധ്യതയാവരുതെന്ന്? ഇവിടെ ഇരിക്കുന്ന പലരെയും പരിശുദ്ധാത്മ വിവേചിക്കുക കേട്ടോ. സഹോദരിമാരായതുകൊണ്ട് ഞാൻ എൻ്റെ വേദനയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാധ്യത എന്ന് പറഞ്ഞ് കരയുണ്ട് കേട്ടോ. എൻ്റെ അപ്പന് നമ്മളൊരു ബാധ്യതയല്ല. എൻ്റെ അപ്പന് നമ്മളൊരു ബാധ്യതയല്ല. തെളിവ് നരച്ചാലും, ഒന്ന് ഉറക്കെ പറഞ്ഞേ, നരയ്ക്കുവോളം ചുമക്കാം. നീ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നീ പച്ച പിടിച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കും. ഇതൊക്കെ അകത്തളത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കണം കേട്ടോ. ബാധ്യതയാന്ന് പറയുന്നവരോട് തിരിഞ്ഞു നിന്ന് പറയണം, ബാധ്യത ആർക്ക് ബാധ്യത? നിനക്ക് ബാധ്യതയാണ്, നീ പോ. എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന എൻ്റെ അപ്പനുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാർ അടക്കം കഴിഞ്ഞ് 2ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, ഇതൊരു ബാധ്യതയാ ചേച്ചി, എത്രയും പെട്ടെന്ന് പോകാനുള്ള വഴി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പേർക്ക് 50 സെൻറ്റ് സ്ഥലം ഹൈറേഞ്ചിലെ ഏലക്കയും കുരുമുളകും കാപ്പിക്കുരുവും ഒക്കെ ഉള്ളത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട് അനിയനും ഈ പ്രോപ്പർട്ടി എൻ്റെ ഹസ്ബൻഡിനും വേണ്ടി. എപ്പോഴാണ് നിങ്ങൾ ഈ വീട് വിട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അയന്ന മോനെ നീ അങ്ങനെ ചോദിച്ചേ? ആ വീട്ടിലെ മൂത്തത് അദ്ദേഹം, ഈ വീട്ടിലെ മൂത്തത് ഞാൻ. അന്നേരം എന്നോട് പറഞ്ഞ മറുപടിയാ, ചേച്ചി ഇവിടെ നിൽക്കുന്നവർ നിങ്ങളും ഈ പിള്ളേരും എനിക്ക് ബാധ്യതയാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ, ഭക്ഷണം കഴിക്കാൻ പോലും മനസ്സില്ലാതെ, പിതാവിൻ്റെ വേർപാട് സഹിക്ക വയ്യാതെ അൺകോൺഷ്യസായി മക്കൾ വീണപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലുകാർ കുഞ്ഞുങ്ങളുടെ മെൻ്റലി പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി സെഡേഷൻ ഇഞ്ചക്ഷൻ കൊടുത്തു. ഫ്യൂണറലൊന്നും അവർ കണ്ടിട്ട് പോലുമില്ല. ബോധം സുബോധത്തിലേക്ക് ശരിക്കും അവർ വന്നിട്ടില്ല. സെമി കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന മക്കളാണ്, ഫുൾ കോൺഷ്യസ് ആയിട്ടില്ല. ആ പിള്ളേരെയും കൊണ്ട് എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നതെന്ന് ചോദിച്ചപ്പം വാടക വീട്ടിൽ ആശ്രയമില്ലാതെ ഛത്തീസ്ഗഡിലെ വേലയ്ക്ക് വേണ്ടി കിട്ടുന്ന സാലറിയുടെ നല്ലൊരു ശതമാനം കൊടുത്ത് ചെറിയ വാടകയ്ക്ക് ഒന്ന് അമർത്തി തള്ളിയാൽ തുറന്നു പോകുന്ന കഥകുള്ള വീട്ടിൽ ജിഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞ സമയമാ. എനിക്ക് ഭയമായിരുന്നു പോകാൻ.
ഈ എന്നെ ഉപദ്രവിച്ചിട്ട് എൻ്റെ പെൺമക്കളെ അവരാരെങ്കിലും ഉപദ്രവിക്കും. ഓൾ കേരള ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റ് കുണ്ടന്നൂരുണ്ട്. അതിൻ്റെ പുറകിലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ നോർത്ത് ഇന്ത്യക്കാരായ ആൾക്കാർക്ക് മുഴുവൻ അറിയാം എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെന്ന്. അതറിഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് കരുതി ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് നെഞ്ചുരുകി ഞാൻ എൻ്റെ മുറിക്കകത്തേക്ക് കയറിപ്പോയി. ചെന്ന് നോക്കിയപ്പോൾ സെമി കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന 2 മക്കൾ. എല്ലാവരും ഉറങ്ങാൻ കാത്തിരുന്നു. അന്ന് രാത്രി 12 മണിയോടെ അടുത്ത സമയത്ത് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ച് ഞാൻ എൻ്റെ പ്രാണപ്രിയനോട് അലറിക്കരഞ്ഞിട്ട് ചോദിച്ചു, എൻ്റെ സേഫ് സോൺ മുഴുവൻ തകർന്നു പോയപ്പോ എനിക്കിപ്പോൾ ആശ്രയിക്കാൻ ഒരു ജോലിയില്ല, ഒരു ഭർത്താവില്ല, ഒരു പിതാവില്ല, സ്നേഹിതരില്ല, പെന്തക്കോസ്തലായതിൻ്റെ പേരിൽ ബന്ധുക്കളില്ല. ആകെ ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ ചില ദിവസങ്ങളെങ്കിലും നിൽക്കാമെന്നുള്ളൊരു ആഗ്രഹം അകത്തളത്തിലുണ്ടായിരുന്നെങ്കിലും അവർക്കും ഞാനൊരു ബാധ്യതയായി. 2014 ജോലി വിട്ടിട്ട് അങ്ങയുടെ പെട്ടകം എടുക്കാൻ അങ്ങ് എന്നോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് എത്ര മണിക്കൂർ ഇരുന്ന് കരഞ്ഞു എന്നെനിക്കറിയില്ല. അന്ന് രാത്രി അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. ഇന്ന് രാത്രി ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാ. ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കുവാൻ ഇടവരാത്ത വിധത്തിൽ നിന്നെ നടത്തുന്നത് ഞാനായിരിക്കുമെന്ന് പറഞ്ഞ് പ്രാണപ്രിയൻ്റെ ശബ്ദം ഒരു വ്യക്തി എന്നോട് പറയുന്നത് പോലെ എൻ്റെ കർണപുടങ്ങളിൽ പതിക്കുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ മക്കളെയും കൂട്ടി പോകാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഭർത്തൃ സഹോദരനോട് പറഞ്ഞു, ചേച്ചി 1 മിനിറ്റ് കൂടെ നിൽക്കുക, 1 മിനിറ്റ് കൂടെ നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്നാ മോനെ? ചേട്ടൻ എഴുതി കൊടുത്ത 50 സെൻറ്റ് സ്ഥലത്തിൻ്റെ പേപ്പർ, സ്ഥലം എപ്പം ഞാൻ ആവശ്യപ്പെട്ടാലും തിരികെ എഴുതി തരാമെന്ന് പറഞ്ഞ് ഇതിലോട്ടൊരു സൈനും കൂടി ഇട്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. 1 മിനിറ്റത്തേക്ക് ഞാൻ സ്റ്റക്കായി. പെട്ടെന്ന് എൻ്റെ മക്കൾ 2 പേരും എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളിൽ 2 പേരും 2 സൈഡിൽ പിടിച്ചിട്ട് പറഞ്ഞു, മമ്മി, ഉലകത്തിൽ നമുക്കൊരപ്പനില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഉയരത്തിൽ എനിക്കൊരു പപ്പയുണ്ട്. ഉയരത്തിലെ പപ്പ രാജാവാ, ഉയരത്തിലെ പപ്പ കിങ്ങാ, ഞാൻ പ്രിൻസസ്സാ. എൻ്റെ ഉയരത്തിലെ അപ്പായ്ക്കുള്ളതെല്ലാം എനിക്കുള്ളതാ. ഉലകത്തിലെ അപ്പൻ്റെ ഒന്നും നമുക്ക് വേണ്ട, പക്ഷെ ഉയരത്തിലെ അപ്പൻ നമുക്ക് കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞ് ഞങ്ങൾ 3 പേരും ഒപ്പിട്ട് കൊടുത്ത് അന്നാ പടിയിറങ്ങിയതാ. ദൈവമക്കളെ, ചില സേഫ് സോണുകൾ തകർക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പക്ഷെ ആ പദ്ധതിയുടെ ആഴത്തെക്കുറിച്ച് എനിക്ക് അന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീടുള്ള 6 വർഷങ്ങൾ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയമാകുമ്പോൾ ഏതാണ്ട് 6 വർഷവും 1 മാസവും കഷ്ടിച്ചായതേ ഉള്ളൂ, 1 മാസമായില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ സേഫ് സോൺ തകർത്ത് എന്നെ ഒരിടത്ത് ഉറപ്പിച്ച് നിർത്തിയതിൻ്റെ പിന്നിൽ അപ്പൻ പണി തുടങ്ങാനായിരുന്നു എന്നുള്ളത് പയ്യെ എനിക്ക് മനസ്സിലായത്. ആ പണിയുടെ പൂർത്തീകരണം എന്ന വണ്ണം ഇപ്പോഴും പണിതുകൊണ്ടേയിരിക്കുക, ഇപ്പോഴും പണിതുകൊണ്ടേയിരിക്കുക. എനിക്ക് തന്നിരിക്കുന്ന സമയം തീർന്നു. ബാക്കി ദൈവം അനുവദിച്ചാൽ ഉച്ച കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ നിങ്ങളോട് പറയാം. നമുക്കൊരു മിനിറ്റ് കണ്ണുകളൊന്ന് അടയ്ക്കാം, ഒന്ന് ഹൃദയം നുറുങ്ങി ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടതിൻ്റെ പിന്നിൽ, ഞാൻ ഒറ്റയ്ക്കായതിൻ്റെ പിന്നിൽ എൻ്റെ പല സേഫ് സോണുകളും തകർന്നതിൻ്റെ പിന്നിൽ ഞാൻ ഓർത്തു അപ്പായ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന്. ഞാൻ ഓർത്തു അപ്പായ്ക്ക് എന്നോട് കരുതലില്ലാത്തത് കൊണ്ടാണെന്ന്. ഒന്ന് ഹൃദയം നുറുങ്ങി അപ്പയോടൊന്ന് പറയാമോ? എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന എൻ്റെ പ്രിയപ്പെട്ടവൻ പെട്ടെന്ന് എന്നെ വിട്ടു പോയത്. കൺമണി പോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ മക്കൾ പോലും സാഹചര്യങ്ങളുടെ പേരിൽ അകന്നു പോയത്. എൻ്റെ എല്ലാറ്റിനും എല്ലാമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ വിട്ടുപോയത്. ഞാൻ ഓർത്തു എൻ്റെ അപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്നാ. പക്ഷെ ഈ പകൽ എനിക്ക് മനസ്സിലായി, എൻ്റെ അപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, എൻ്റെ അപ്പ
ഉടമസ്ഥന് പ്രയോജനമുള്ള മാനപാത്രമാക്കി എന്നെ മാറ്റാനാണെന്ന് ഇന്ന് പകൽ എനിക്ക് മനസ്സിലായി. പ്രാണപ്രിയനോട് സംസാരിക്കാമോ? ഹൃദയം തുറന്നൊന്ന് സംസാരിക്കാമോ? ഒന്ന് കണ്ണീരോടെ കർത്താവിൻ്റെ അടുക്കലൊന്ന് ചെല്ലാമോ? ഒറ്റപ്പെട്ടു പോയപ്പോൾ പറഞ്ഞു പോയ പിറുപിറുക്കലിൻ്റെ വാക്കുകൾ, സേഫ് സോൺ തകർന്നു പോയപ്പോൾ എവിടെയൊക്കെയോ ആരെയൊക്കെയോ കുറ്റപ്പെടുത്തി സംസാരിച്ച വാക്കുകൾ, യേശോപ്പനുമായി പോലും പിണങ്ങി മാറിയിരുന്ന സാഹചര്യങ്ങൾ, പ്രാർത്ഥിക്കാതെ ആരാധനാലയത്തിൽ പോകാതെ എൻ്റെ പ്രാണപ്രിയൻ എന്നെ പണിയാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ നീറിപ്പുകഞ്ഞ ഇപ്പോഴും നെരിപ്പോട് പോലെ എൻ്റെ ഹൃദയത്തിനകത്ത് നീറുന്ന വിഷയങ്ങൾ. അപ്പായേ, അങ്ങനെ പണിയാനാണെന്ന് ഇന്ന് പകൽ എനിക്ക് മനസ്സിലായി. അങ്ങനെ പടുതുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയ്ക്ക് പ്രയോജനമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഉതകുന്ന ഒരു മാനപാത്രമാക്കാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അപ്പായേ, അങ്ങയുടെ സന്നിധിയിൽ തലമണക്കിയിരിക്കുന്ന ഈ മുഴുവൻ പ്രേരെയും പ്രാണപ്രിയന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സേഫ് സോണുകൾ തകർത്തത്, ഉളിയും ചുറ്റികയും കൊണ്ട് എൻ്റെ ഷാർപ്പൻറ്റുകൾ പൊട്ടിച്ചു കളഞ്ഞത്, ഞാൻ എന്ന പാത്രത്തിന് ഷേപ്പ് വരുത്തിയത്, അങ്ങയുടെ പണിയായിരുന്നു നിന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുന്നു. ആ പണി ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളിലൂടെ എൻ്റെ സ്വർഗം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം ഈ പകൽ അവരുടെ അകത്തളങ്ങളെ ഭരിക്കട്ടെ. എൻ്റെ പ്രാണപ്രിയനോട് ഒരു പടിയും കൂടെ സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ, അപ്പാ എന്നെ പണിയണമേ എന്ന് പറഞ്ഞ് ഒന്നും കൂടെ സമർപ്പിക്കുവാൻ ഈ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു അസാധാരണ ധൈര്യം പകരുന്ന, ബലം പകരുന്ന, ശക്തി പകരുന്ന ദിവസമാക്കി മാറുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഇവരെല്ലാവരെയും സ്വർഗം മൂടി മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.